നമ്മളത് ജമ്മുന്ന് റമദ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് കാശ്മീർ പോവാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 300 കിലോമീറ്റർ, 5 മണിക്കൂർ. ഇവിടെ സമയം ഒരു 12 മണി 12:15. നമ്മൾ ഏകദേശം ഒരു 5 മണി 6 മണിയാകുമ്പോൾ എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി കാഴ്ചകൾ പോകുന്ന വഴിയിൽ കാണാം. അതാ വണ്ടി ഇവിടെ റെഡിയാണ്. മെൽജോ ബ്രോ ഹായ് പറഞ്ഞേ. ഉറക്കത്തിൽ നിന്നൊക്കെ നേരത്തെ എഴുന്നേറ്റ് ആകെ കബൂർ സീനായിട്ടിരിക്കുക. കുറച്ചുകൂടി നേരം കിടന്നുറങ്ങുമോ എന്നൊക്കെ പറഞ്ഞ് ചവിട്ടിക്കുത്തി എഴുന്നേപ്പിച്ച് വേഗം റെഡിയായി കുളിച്ചപ്പോൾ 5 മിനിറ്റ് കൊണ്ട് റെഡിയാണോ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് അതപ്പോൾ നമ്മൾ റംദ ഹോട്ടലിൽ നിന്ന് വിടാണ്. ജമ്മുന്ന് വിടുന്ന് കാശ്മീർ പോകുന്നു. ഓക്കെ, ജമ്മുന്ന് കാശ്മീർ പോണ വഴി ഇച്ചിരി ട്രാഫിക് ഉണ്ട്. ഇനി 5 അവറാണ് കാണിക്കുന്നത്. 5 അവർ 25 മിനിറ്റ്. 250 കിലോമീറ്റർ. ഇല്ല, 249. അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ട്. രാത്രി ഇവിടെ കർഫ്യൂ ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ വൈഷ്ണോദേവിയുടെ ടെമ്പിള് കണ്ടു കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ലേറ്റായി. ഇതെവിടേക്കത്? അമൃത്സർ, ഡൽഹി. അപ്പോൾ ഇന്നലെ ഫുള്ള് ഇതാണ്. ഒരു മനുഷ്യനില്ല അവിടെ. കംപ്ലീറ്റ് പട്ടാളം പോലീസിൻ്റെ കൺട്രോളിലാണ് ഇത്. ഫുള്ള് എല്ലാ സ്ഥലത്തും ഓരോ ജംഗ്ഷനിലും പോലീസും പട്ടാളമാണ്. വഴി തടയലൊക്കെ ഉണ്ട്. വേറെ ലെവലാണ്. പക്ഷെ ഞങ്ങളുടെ വണ്ടി തടഞ്ഞൊന്നുമില്ല. നമ്മുടെ തടഞ്ഞൊന്നുമില്ല. ബാക്കി ഇവിടുത്തെ വണ്ടികളെല്ലാം തടയുന്നുണ്ട്. നമ്മുടെ വണ്ടി അവർ നമ്പർ പ്ലേറ്റ് നോക്കി കഴിയുമ്പോൾ KL ഇതെങ്ങനെ ഇവിടെ വന്നെ, ഇതെന്താ സംഭവം അവർക്ക് പിടിയിട്ടില്ല. അപ്പം ഇത് ചിന്തിച്ച് തീരുന്നേക്കാളും മുന്നേ അവർ ഓട്ടോമാറ്റിക് മറ്റേത് വലിച്ച് തുറന്നു കഴിഞ്ഞു. മറ്റേത് ഫുള്ള് ബ്ലോക്കാണ്. വഴികളെല്ലാം കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാറുണ്ട്. പക്ഷെ ഞങ്ങളോട് ആരും ചോദിക്കുകയോ ഒന്ന് വണ്ടി നിർത്തുകയോ ഒന്നും ചെയ്തില്ല. പിന്നെ ഞങ്ങൾ വഴി ചോദിക്കുന്നത് മൊത്തം മിലിറ്ററിയുടെ അടുത്താണ്. ഭയങ്കര സഹകരണമാണ്. നല്ല രീതിയിൽ അവർ വഴി പറഞ്ഞു തരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഉള്ളവരുടെ അടുത്ത് അവർ ഇച്ചിരി ഇടിച്ചിടിച്ചാണ് നിൽക്കുന്നത്. ഈ JK ജമ്മു കാശ്മീർ രജിസ്ട്രേഷൻ വണ്ടി ഇവിടെയുള്ളവരാന്ന് കണ്ട അവർ ഇച്ചിരി റഫാണ്. പിന്നെ ഇവിടെ അങ്ങനെ വലിയ വാഹനങ്ങൾക്ക് ഹെൽമെറ്റ് ഇല്ലാതൊക്കെ പോവുക, തോന്നിയ രീതിയിൽ ഓടിക്കുക, അങ്ങനെ വലിയ നിയമങ്ങളും വലിയ ഇതുങ്ങളൊന്നും ഇല്ല. അത്ര സ്ട്രിക്റ്റ് അല്ല, വലിയ സ്ട്രിക്റ്റ് ഒന്നും ഇല്ല. ഇതെന്താ കോളേജ് സ്കൂളൊക്കെയോ? സ്കൂളാണല്ലോ. ഇവിടെ മെയിനായിട്ട് പഞ്ചാബികളാണ് കുറേ ഉള്ളത്. മിലിറ്ററി സ്കൂളാണോ? അപ്പോൾ നമ്മുടെ അടുത്ത് നല്ല സഹകരണമാണ്. എല്ലാ മിലിറ്ററി പേഴ്സൺസിൻ്റെ അടുത്താണ് നമ്മൾ ചോദിക്കുന്നത്. അവർ നല്ല സഹകരണമാണ്. വഴിയെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അത് നല്ലൊരു പെരുമാറ്റമായിരുന്നു. പഞ്ചാബിലുള്ളവർ ഇവിടെ കൂടുതലുണ്ട്. പഞ്ചാബ് രജിസ്ട്രേഷൻ വണ്ടി, ജമ്മു കാശ്മീർ. നമ്മുടെ വണ്ടി KL കാണുമ്പോൾ തന്നെ അവർ ഇതെന്താണ് പിന്നെ ഒന്നും ചോദിക്കണില്ല. അപ്പോഴേക്കും വേഗം തുറന്ന് വിടുന്നുണ്ട്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യലോ ഒന്നുമില്ല. എന്നാൽ നമ്മുടെ ഒപ്പം തന്നെ വന്ന JK വണ്ടികൾ പല സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്യണുണ്ട്. അതെല്ലാം ഉണ്ട്. ഇവിടെ ഏകദേശം ഒരു 12-1 മണി എങ്ങാണ്ടായി. നമ്മളതാ സാംബ ഫോറസ്റ്റ്, അതായത് ജമ്മുന്ന് കാശ്മീർക്ക് പോണ വഴി സാംബ ഫോറസ്റ്റിന്റെ അകത്തുകൂടെയാണ് പോണത്. വഴി ഇച്ചിരി മോശമാണ്. ഇപ്പൊ കാണിക്കുന്നത് 246 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം ഇച്ചിരി വഴി തെറ്റിപ്പോയിരുന്നു. അപ്പൊ അത് വീണ്ടും ഡൈവേർഷൻ എടുത്ത് വന്നു. അടിപൊളി ഫീല്, വേറെ ലെവല് വ്യൂ എന്ന് വെച്ചൊക്കെ ഹെവി വ്യൂ കണ്ടോ. പക്ഷെ റോഡ് മോശമാണ്. സാംബ ഫോറസ്റ്റ് റോഡ് അല്പം മോശമാണ്. ശ്രീനഗറാണ് ഞങ്ങൾ പിടിക്കണത്. പക്ഷെ വ്യൂ ഒരു രക്ഷയില്ല. അതൊക്കെ നമ്മൾ കയറി പോകണായിരിക്കും അല്ലേ. ഹെവി ഇത് കേറണോട്ടോ. ഇത് മൊത്തം കയറണോ? വണ്ടിയൊക്കെ പോകണ്ട മേലൊക്കെ. അവിടെ കുതിരേനെ എടുക്കാറുണ്ടോ? കുതിരേനെ അവിടെ ഉപേക്ഷിച്ച് പോകുന്നു നമ്മള്. ഓന്റെ അമ്മോ, ഇതൊക്കെ ഹെവി സീനറി. ഇവിടെ ഒരു വണ്ടി ഇപ്പൊ ആക്സിഡന്റ് ആയിട്ടുണ്ട്. അത് ഏത് വണ്ടിയും ഇടിച്ചത്? അത് ഏതിന് വേറെ വണ്ടി ഇടിച്ച വണ്ടി കാണാനില്ലല്ലോ. മാറ്റിട്ടൊക്കെ ഇടിച്ച് പൊട്ടിച്ചല്ല. ഫ്രണ്ട് ബോണറ്റൊക്കെ പോയി. അയ്യോ, വണ്ടി ഇടിച്ചാ എന്ത്? വെറുതെ ഇടിച്ചാ? ഏതോ ടാങ്കറൊക്കെയുള്ളൂ. ഇവിടെ ചെറിയൊരു ടണലിട്ടാ പോണ വഴി. ഗുഹയുടെ ഉള്ളിലുള്ള ലൈറ്റ് ഒന്നും ഇല്ല.
പോണ വഴി മൊത്തം ചെക്ക് പോസ്റ്റാണ്. പക്ഷെ നമ്മുടെ വണ്ടിയൊന്നും ചെക്ക് ചെയ്യണമൊന്നുമില്ല. കേരള രജിസ്ട്രേഷൻ നോക്കണ്ട അവര്, പക്ഷെ ചെക്ക് ചെയ്യണമൊന്നുമില്ല. എല്ലാം കടത്തി വിടാണ്. വേറൊരു ഇവിടത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ഭീകര അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല. ഫുള്ള് മിലിറ്ററി വണ്ടികൾ, പോലീസിന്റെ ചെക്ക് പോസ്റ്റ്, മിലിറ്ററിയുടെ ചെക്ക് പോസ്റ്റ്, എല്ലാ സ്ഥലത്തും തോക്കും കൊണ്ടാണ് നിൽക്കണത്. എപ്പോഴാണ് ഒരു വെടി മിസൈലൊന്നും വന്നേന്ന് പറയാൻ പറ്റില്ല. ഫുള്ള് സീനാണ്. വേറൊരു അവസ്ഥയാണ് ഇവിടെ വരുമ്പോ. ശ്വാസം പിടിച്ചിരുന്ന് ഓടിക്കണേ. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഇത്രയും നേരം ജമ്മുവിൽ മാത്രം ഒന്ന് സ്റ്റോപ്പ് ചെയ്യിച്ചു, കൊറോണ ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ പരുന്ത് പറക്കണ്ടല്ല. വലിയ ഇത് പരുന്തല്ല, കഴുകനാന്ന് തോന്നണേ. കഴുകൻ. അയ്യോ, അതൊന്ന് നിർത്തിയെടുക്കാടാ. ഇവിടെ വണ്ടി നിർത്താൻ പറ്റുമോ? അതിന് വണ്ടി നിർത്താൻ പറ്റില്ല. കഴുകനാണ് ഇവിടെ. വലിയ കഴുകന്മാര് പറക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ജമ്മുവിലെത്തിയപ്പോ മാത്രമാണ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ആ ബോർഡർ കിടക്കണ നേരത്ത് പാസ് എടുക്കേണ്ടി വന്നു. ഒരു പാസ് എഴുതി, അത് 5 മിനിറ്റ് എടുത്ത കാര്യമുള്ളൂ. അവിടുന്ന് ഒരു യെല്ലോ പേപ്പർ കിട്ടും, അത് എഴുതി നമ്മൾ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കാം. കൊറോണ ടെസ്റ്റും അപ്പൊ കൊറോണ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത് കടക്കാൻ നോക്കിയപ്പോഴാണ് കൊറോണ ടെസ്റ്റ് ഉണ്ടോന്ന് ചോദിച്ചത്. അപ്പൊ അത് ബാക്കിയുള്ളവരുടെ അടുത്തൊന്നും ചോദിക്കാനില്ല. അപ്പൊ നമ്മൾ ഇത്രയും സ്റ്റേറ്റ് കറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു. അപ്പൊ തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് കൊറോണ ടെസ്റ്റും ചെയ്ത് കിട്ടി. ഞങ്ങൾ രണ്ടുപേരും നെഗറ്റീവ്. അത് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഒരു പട്ടാളോ പോലീസോ ഞങ്ങളെ തടഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യുകയോ ചെക്ക് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ധൈര്യമായിട്ട് പോരുന്നവർക്ക്. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഇതാണ് ഈ സമയമാണ് കൊറോണ നിങ്ങൾ നോക്കണ്ട, പക്ഷെ ഈ സമയമാണ് ട്രാവൽ ചെയ്യാൻ പറ്റിയ സമയം. എല്ലാ ഹോട്ടൽസിനും 25%, ഈവൻ 75%, 50% വരെ ഓഫാണ്. പിന്നെ ഏത് സ്ഥലത്ത് ചെന്നാലും, ഏത് ടൂറിസ്റ്റ് പ്ലേസ് ആയാലും, അമ്പലമായാലും പള്ളിയായാലും എവിടെ ചെന്നാലും തിരക്കില്ല, ഒന്നുമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു പോരാം. ഒരു സ്ഥലത്തും തിരക്കില്ല, ഒന്നുമില്ല. എല്ലാം നമുക്ക് അവൈലബിൾ. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ മൊത്തം നമ്മളെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ മിക്ക ഹോട്ടൽസും ഒഴിവാണ്. ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ 50%, ചില ഹോട്ടൽസൊക്കെ 75%, അതൊരു 10,000, 8,000 ഒക്കെ റേഞ്ച് വന്നത് നമുക്ക് വെറും ഒരു 2,500, 3,000 ആ റേഞ്ചിൽ കിട്ടും. അപ്പോൾ അത് നല്ലൊരു ബെനിഫിറ്റാണ്. ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, കൊറോണ സമയത്ത് ഞാൻ ആരും പ്രൊമോട്ട് ചെയ്യണില്ല ട്രാവൽ ചെയ്യണം, ഇനി അസുഖം വരുത്തി വെക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രൊമോട്ട് ചെയ്യണില്ല. പക്ഷെ എന്നാലും താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ബെസ്റ്റ് ടൈമാണ്. കാരണം സീസൺ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽസ് കിട്ടാൻ പാട്. നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെ ക്യൂ നിന്ന് കുറേ ചിറ്റിക്കെട്ടും വള്ളിക്കെട്ടും കാര്യങ്ങളാണ്. ഇപ്പോഴാണെങ്കിൽ അധികം വണ്ടികളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ കൊറോണ എന്നൊക്കെ ആർക്കും ഇവിടെ ഒന്നും ആരും മാസ്ക് വെച്ച് കണ്ടിട്ടില്ല. പോലീസുകാരൊക്കെ വരെ മാസ്ക് വെക്കാണ്ടാണ് നിൽക്കുന്നത്. ഇതുവരെ ആരും മാസ്കിന്റെ കാര്യം ഒന്നും ചോദിക്കുക പറയുകയൊന്നും ചെയ്തില്ല. എന്നാലും ഞങ്ങൾ സേഫ്റ്റിക്ക് മാസ്ക് വെക്കുന്നുണ്ട്. വലിയ കഴുകൻ. ഉശ്ശോ, ഇവിടെ മൊത്തം കഴുകന്മാരാണ്. ഇത് കണ്ടോ? ഇവിടെ അതാ ഞങ്ങൾ പോണ വഴിക്ക് ഇവന്മാരെല്ലാവരും കൂടി ഒരു എരുമേനെ സൈസാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മോ, ഞങ്ങൾ വന്നപ്പോഴേക്കെല്ലാം പറന്നുപോയി. അശ്ശോ, വൻ ശോകം. തിന്ന് തുടങ്ങിയിട്ടുള്ളൂ. വലിയ കഴുകന്മാർ. ഇവിടെ വണ്ടി ഇടിച്ചങ്ങോട്ട് ചത്താന്ന് തോന്നുന്നു. ഇവിടെ മാറ്റിയിട്ടേക്കാണ്. കണ്ടോ? ഇവിടെ മൊത്തം ഭയങ്കര വലിപ്പം അവർക്ക്. വലിയ കഴുകന്മാരവർ. ഇത് കണ്ടോ? പോണ വഴിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇത് നോക്കി ഞങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ നോക്കി. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ, കട്ട തണുപ്പാ. ഞങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ നോക്കി,
അടിപൊളി. ഇവിടെ നിന്ന് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് മിലിറ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്, നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് അവിടെയാണ് 2 പോത്ത് സൈസായിട്ട് കിടപ്പുണ്ട്. മൊത്തം കഴുകന്മാരവിടെ ഫുള്ള് ഇവിടെ പറന്ന് കിടപ്പുണ്ട്. അവിടെ ഇട്ടുകൊണ്ട് ഓടിപ്പോന്നു. അപ്പോഴേക്കും ഞങ്ങളെത്തിയപ്പോഴേക്കും കഴുകന്മാരൊക്കെ പോയി. ഞാൻ മാത്രം ജാക്കറ്റ് ഇടാത്തുള്ളൂ, നല്ല തണവാ. ചില്ല്. ജാക്കറ്റ് വണ്ടിയിൽ ഊരി വെച്ച്, ജാക്കറ്റ് ഇട്ടേ ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ജാക്കറ്റ് വണ്ടിയിൽ ഊരി വെച്ച്. ഇവിടെ ഈ ഏരിയയിലെ കല്ലൊക്കെ എപ്പോൾ വേണമെങ്കിലും ഉണ്ട് മോളിൽ നിന്ന് വീഴാം. അവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, റോക്ക് ഫോളിങ് ഏരിയ എന്ന് പറഞ്ഞിട്ട്. കല്ലുരുണ്ട് വീഴാം, എപ്പോൾ വേണമെങ്കിലും വീഴാം. ഭയങ്കര അപകടം തന്നെ വഴി. അവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഫോട്ടോഗ്രാഫിയൊക്കെ പ്രോഹിബിറ്റഡ് ആണ്. വളരെ ദുർഘടം പിടിച്ച വഴിയാണ്. കല്ല് വീണെന്ന് വിചാരിച്ച് ഫോൺ അവിടെ ഇടിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു വണ്ടിയുടെ മുകളിൽ കല്ല് വീണെന്ന് പേടിച്ചിരിക്കണത്. എപ്പോഴേലും എന്ത് സാധനം വേണേലും ഉരുണ്ട് വീഴ. ആൾക്കാരൊക്കെ കത്തിച്ച് പിടിച്ച് പോകുന്നുണ്ട്. വൻപൻ സീനാണ് ഈ ഏരിയ. പക്ഷെ താഴത്ത് നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വണ്ടി ഇവിടെ നിർത്താൻ പറ്റില്ല. വണ്ടി നിർത്താൻ പറ്റില്ല ഇവിടെ, വണ്ടി നിർത്താൻ പറ്റില്ല. അടിപൊളി വ്യൂ ആണ്. ടവേരയും കൊണ്ട് കാത്തിച്ച് പിടിച്ചു പോകുന്നുണ്ട്. ഓണൊക്കെ അടിച്ച് ലൈറ്റ് ഇട്ട് പൊടി നല്ല രീതിയിലുണ്ട്. വണ്ടി പൊടിയിൽ ദൈവമേ, ഇത് വീണു ഒരു പ്രാവശ്യം. എന്ത് പാറ വീണിട്ട്? അതെ, കല്ലൊക്കെ വീണ് കിടക്കാണ്. ഇത് ഇപ്പൊ എടുത്ത് മാറ്റണുള്ളൂ. പണിയായാനെ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് പറഞ്ഞു വായെടുത്തോളൂ. ഇതിപ്പോ ഇവിടെ JCB സാധനങ്ങളൊക്കെ വെച്ച് ഇത് ഇടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ താഴെ ഭയങ്കര ആഴം ഉണ്ടാ. ഇവിടുന്ന് വണ്ടി മാറ്റാൻ പെട്ടെന്ന്. ഇതിപ്പം കണ്ട് വീണേക്കണതാ. വലിയ ഇതായിട്ടില്ല. ഇത് ഭയങ്കര ഡേഞ്ചറായി വഴി, ഭയങ്കര ഡേഞ്ചർ. എപ്പോ വേണേലും കല്ല് വീഴാം. വമ്പൻ സീൻ. പോണ വഴി മൊത്തം ഇങ്ങനെയാണ്, കല്ല് വീഴുന്ന വഴിയാണ്. ഭയങ്കര ഡേഞ്ചറാണ് ഈ വഴി. ഇതുവരെക്ക് കല്ല് വീഴലും മാറ്റലൊക്കെ നേരമുള്ളൂ. ഭയങ്കര പൊടി. ഭയങ്കര ദുർഘടം പിടിച്ച വഴി കേട്ടോ. ലോറിക്കാരൊക്കെ ചവിട്ടി പൊളിച്ച് പോകുന്നുണ്ട്. ടിപ്പറൊക്കെ നല്ല പൊളിച്ച് പോകുന്നുണ്ട്. ഇത് എവിടേക്കത് ഇറക്കായിരുന്ന? ഇത് ഞാൻ കണ്ടില്ലല്ലോ. ഇത് പാറ വീണതേ അടുത്തത്. ഇത് അടുത്ത് വീണേക്കണതാ, എടുത്ത് മാറ്റിണ്ട്. മൊത്തം പാറ വീടിലാണ് ട്ടാ. ഒരു ഗ്യാരണ്ടി ഇല്ല. ഈ വഴി കൂടെ പോണത് ഒരു ഗ്യാരണ്ടി ഇല്ല. എപ്പോ വേണേലും വണ്ടിയുടെ മുകളിലോ തലയിലോ പാറ വീഴാം. ഒരു ഗ്യാരണ്ടി ഇല്ല. എപ്പോഴും ഇവിടെ JCB സംഗതി ഉണ്ട് ഇത് മാറ്റാനായിട്ട്. പക്ഷെ എന്റെ പൊന്നു, വണ്ടിയുടെ എയർ ഇച്ചിരി കുറച്ചിടായിരുന്നു. ചാട്ടം കൊള്ളുന്നുണ്ട്. 35 കിടക്കണം, 33 മതിയായിരുന്നു. നമുക്ക് അവിടെ മറ്റേ ഷോപ്പ് കാണില്ല പഞ്ചറിന്റെ. ഇതൊക്കെ ഇപ്പൊ ഈ ഉടനെ വീണേക്കണാണ്ടാ. ഇത് കണ്ടോ, ഇപ്പൊ ഈ അടുത്ത് വീണേക്കണാണിത്. ഇതൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യമാണ് ഇതിൽ കൂടെ പോവാന്നുള്ളത്. ഇതൊക്കെ ഇപ്പൊ ഈ അടുത്ത് വീണേക്കണതാണ്. വലിയ പാറകളാണ് ഉരുണ്ട് വന്നേക്കണത്. ഇതിപ്പോ നമ്മ വന്നത് 4ാമത്തെ കാണണേ. ഇതിപ്പോ 4ാമത്തെ സ്ഥലം, 4ാമത്തെ 5ാമത്തെ സ്ഥലം കൊണ്ട. ഇത് പുതിയ റോഡാണ്. ഇതിന്റെ തണലിന്റെ അകത്ത് നിറയെ പൊടിയുള്ള അശോ. ഇരുട്ട്. എന്ത് ടണലാണത്? വെറൈറ്റി ആയിട്ട് 50 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എങ്ങും കാണാത്ത സംഭവമല്ലേ. പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കുറെ സംഭവങ്ങളൊക്കെ ഇന്നത്തെ വന്നിട്ടുണ്ട്. അതൊക്കെ വെറൈറ്റി ആണ്, പുതിയത്. വേറെ എവിടെയും കണ്ടില്ലേ? മിലിറ്ററിയുടെ വണ്ടി ഫുള്ള് മിലിറ്ററിയുടെ വണ്ടികളാണ് ഇവിടെ മൊത്തം.
ചേട്ടാ ഇവിടെ എല്ലായിടത്തും ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടിയുടെ അകത്ത് കൊടി കയറണ്ട. ഓ ഈ ചില്ല് തന്നെ തുറന്നു നടക്കാറുണ്ട്. അതാണ് കൊടി കയറിയത്. കംപ്ലീറ്റ് മിലിറ്ററി വണ്ടിയാണ് കേട്ടോ. ഓ മിലിറ്ററി മഞ്ഞ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് വല്ലത്. ഇതിന്റെ അകത്ത് ശ്വാസമൊക്കെ കിട്ടും. വെന്റിലേഷന് യാതൊരു സംവിധാനവും ഇല്ല അതിന്റെ അകത്ത്. വെന്റിലേഷൻ ഒന്നും ചെയ്തല്ല. ഇവിടെ എത്ര മിലിറ്ററി വണ്ടിയാ നീ കാണുന്ന വന്നത്? മൊത്തം മിലിറ്ററിയുടെ വണ്ടിയാണ് കേട്ടോ. എല്ലാം മിലിറ്ററിയുടെ ലോറികളാ. ബാക്കിലൊരു ബസ് ഫുള്ള് പൊടി ഇതിന്റെ അകത്ത്. കഴിയണില്ലത് തീരല്ല. പിന്നെ ഓട്ടേക്ക് നമുക്ക് ഓട്ടേക്കാൻ പറ്റില്ല. എന്നൊരു നോക്കാം. അടുത്ത ഇതിലെത്തുമ്പോ ഈ നടുക്കുള്ള സാധനം തീരുമ്പോ നമുക്കൊന്ന് കയറ്റിയെടുക്കും. പക്ഷെ പറ്റില്ല, വേണ്ട. കാരണം എന്താ പറയട്ടെ, കംപ്ലീറ്റ് ക്യാമറ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് യു ആർ അണ്ടർ ഒബ്സർവേഷൻ. നമ്മൾ ഓട്ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പിടിക്കും. അത് വേണ്ട, അതുകൊണ്ട് അത് ഞാൻ ഓർത്തു കണ്ടു. എനിക്ക് തോന്നണേ അവൻ കറക്റ്റ് 50 പോണത്. ഇതിൻ്റെ അകത്ത് മറ്റേ ക്യാമറ ഉണ്ട്, സ്പീഡ് ക്യാമറ ഉണ്ട്. ഭാഗ്യം നമ്മൾ ആദ്യമേ പോകേണ്ടിരുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് യു ആർ അണ്ടർ ഒബ്സർവേഷൻ. ഓട്ടേക്ക് ചെയ്യോ സ്പീഡിൽ പോയോ പണി കിട്ടും. ക്യാമറ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് കഴിയണില്ല. എനിക്ക് അതാണ് ഇത് നോക്കണേ. നമ്മ വന്നില്ല ഏറ്റവും വലിയ ടണൽ ഇതാന്ന് പറഞ്ഞല്ലേ. ഓൺ നോ ഓൺ സോസ് ഫുള്ള് ക്യാമറ ഉണ്ടാ. സ്പീഡിന്റെ ക്യാമറ ഇതിൻ്റെ അകത്തുണ്ട്. സ്പീഡ് ക്യാമറ ഇരിപ്പുണ്ട്. മുട്ടം പണി കിട്ടും. നമ്മുടെ വണ്ടി 550 വീതം കയറിയിട്ടില്ല. പതിനഞ്ച് മിനിറ്റ് എടുത്ത് ടണല് തീരാനായിട്ട്. വേറെ ലെവല് 15 മിനിറ്റ് ടണലില് തീരാനായിട്ട് 50 km/h സ്പീഡിൽ പോകുന്നുണ്ട്. ഇപ്പോഴൊന്ന് ആശ്വാസമായത്. ശ്വാസം മുട്ടിപ്പോയി. ഭയങ്കര സഫക്കേഷനാണ് അതിനകത്ത്. വഴി ദുർഘടം പിടിച്ച വഴിയാണ്. ഭയങ്കര എപ്പോ വേണമെങ്കിലും കല്ല് വീഴാം. അതിന്റെ മണ്ണിടിച്ചിലും വഴി ഒരു രക്ഷയില്ല. മണ്ണിടിച്ചിലും കല്ല് വീഴ്ചയും വേറെ ലെവലാണ്.
നമ്മൾ കാശ്മീർ പോണ വഴിക്ക് ഒന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തി. വേറെ സെറ്റപ്പ് ഒന്നും ഇല്ല. ഇതമാതിരി ഒരു ഹോട്ടലാണ്. നോൺ വെജ് ഒന്നും ഇല്ല, വെജിറ്റബിൾ ആണ് ഉള്ളത്. പിന്നെ മുട്ട പൊരിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മെൽജ നിന്ന് വിറച്ചുകൊണ്ടിരിപ്പുണ്ട്. 6 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഭയങ്കര ഇതാണ്. ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം നിങ്ങളെ. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇത് താഴെ ഒരു പുഴ പോകുന്നുണ്ട്. വമ്പൻ സീന. ഇവിടെ ആരൊക്കെ താമസിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ, കണ്ടോ പുഴ കണ്ടോ, മല. ഭയങ്കര പൊടിയാ. ഇവിടെ കണ്ടോ, ഓപ്പോസിറ്റ് സൈഡ് കണ്ടോ, ഭയങ്കര അറക ഏരിയ. താമസിക്കാനും സ്ഥലവും ഹോട്ടലും ഇല്ല, ഒരു സംഗതി പോലും ഇല്ല ഇവിടെ. ഭയങ്കര പൊടിയാ, ഒരു രക്ഷയില്ല. ഇവിടുന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ചാലും പൊടി കുഴച്ച് കഴിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അവിടെ കേട്ടോ മഞ്ഞൊക്കെ ഇച്ചിരി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 150 കിലോമീറ്റർ ഉണ്ട്. റോഡെന്നൊക്കെ പറഞ്ഞ ഈ സീനാണ്. ഭയങ്കര അറക ഏരിയയാണ്, ഒരു രക്ഷയില്ലാത്ത അവസ്ഥ. അപ്പം എന്തായാലും ഫുഡ് കഴിക്കട്ടെ. പറഞ്ഞിരുന്ന പോലെ തന്നെ സാൻഡ്രോയുടെ മുകളിൽ കല്ല് വീണ്. അവിടെ JCBക്ക് ഇത് ഉണ്ട്, മറ്റേ സാധനത്തിന്. അതിൽ നിന്നൊരു കല്ല് വലിയ തോരണം വന്ന് വണ്ടിയുടെ മുകളിൽ വീണ് മൊത്തം സ്റ്റക്കായി, ബ്ലോക്കായി. മുകളിൽ നിന്ന് പോന്ന കല്ല്. സാൻഡ്രോ ആകെ പടവായിട്ടിരിപ്പുണ്ട്. കണ്ടോ, അവർ ശ്രദ്ധിക്കാൻ്റെ ആണ്. जाएगा मारे दे मार बीच में खड़े हो जाने जहाँ पे खड़े मारेगा और पकड़ा रहा है। हाँ, थोड़ा पीछे जाकर रोकना है इनको। जाएगा वो बीच में ओवरटेक करके आ गए ना सारे। हाँ, उनको थोड़ा निकाल देंगे, थोड़ा तो आगे कर सकते। വണ്ടി മുട്ടം ബ്ലോക്കായി, ഭയങ്കര ബ്ലോക്കാണ്. കയറിപ്പോള്ള പോയിന്റ് ബ്ലാങ്കിനാണ് രക്ഷപ്പെട്ടത്. പോയിന്റ് ബ്ലാങ്കിന് തൊട്ട് മുന്നിലുണ്ടായിരുന്ന സാൻഡ്രോ, അതാ എക്സ്കവേറ്റ് ലോഡർ, മറ്റേ JCB അവരുടെ കുഴപ്പമായിരുന്നു. തോന്നിയോണം ഒരു ശ്രദ്ധയില്ലാതെ വെറുതെ കുത്തി കുഴച്ചാണ് അവർ വാരിയെടുത്ത് മറ്റേ ലോറിയിലേക്ക് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സൈഡിൽ ഇരുന്നിരുന്ന കല്ലുകളെല്ലാം കൂടി ഇടിഞ്ഞ് അതിൽ അപ്പുറത്തൊക്കെ വീണ്. വേറെ വണ്ടികളുമ്പോൾ വീണായത് ഭാഗ്യം. ലൈനിലായിട്ട് വണ്ടികളുണ്ടായിരുന്നെങ്കിൽ വീണാനെ. ആ നേരത്തെ അവിടെ തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ തൊട്ട് മുന്നിലുണ്ടായിരുന്ന സാൻഡ്രോ, ഭാഗ്യത്തിനാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വീണാനെ. സാൻഡ്രോയുടെ ഇത് കണ്ടില്ലേ, മൊത്തം പൊളിഞ്ഞടങ്ങിപ്പോയി. അതങ്ങനെ ഇവിടെ വീണായിരുന്നെങ്കിൽ, മുകളിലാണ് വീണായിരുന്നെന്നുണ്ടെങ്കിൽ വേറെ സീനാ. ആ വണ്ടിയിൽ അയാളുടെ ഭാര്യയും കൊച്ചൊക്കെ ഇരിപ്പുണ്ട്. അവർക്കൊന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. നമ്മുടെ ഇന്ന് ആര്യറിൻ്റെ കാര്യം തീരുമാനമായതിനെ ഒരു സെക്കൻഡ് എങ്ങാനും ഞങ്ങൾ നേരത്തെ അറിഞ്ഞെന്നുണ്ടെങ്കിൽ ആ സാൻഡ്രോയുടെ മുന്നിലോ അല്ലെങ്കിൽ സ്വല്പം മുന്നിലാണെന്നുണ്ടെങ്കിൽ ഇതുമേ വീഴേണ്ട. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്, ദൈവാനുഗ്രഹം. ഓഹ്, ബിഗ് താങ്ക്സ് ടു ഗോഡ്. ശരിക്കും കിഡിങ്ങിപ്പോയി. ആ വീഴ്ച കണ്ടിട്ട് ഞെട്ടിപ്പോയി. ശരിക്കും പേടിച്ചു പോയി ആ വീഴ്ച കണ്ടിട്ട്. ഒരു ഗ്യാരണ്ടി ഇല്ല. റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാശ്മീർ അവിടുന്ന് പോണ വഴി ഇത് ഒരു ഗ്യാരണ്ടി ഇല്ല. എന്ത് വേണേലും സംഭവിക്കാം. ലോറിക്കാരോ എല്ലാവരും വളരെ റാഷ് ഡ്രൈവിംഗ് ആണ്, റെക്ലെസ് ആൻഡ് റാഷ് ഡ്രൈവിംഗ് ആണ്.
എല്ലാ വണ്ടികളും ഇവിടെയുള്ള ലോക്കൽ വണ്ടികളൊക്കെ ഇടിച്ച് പൊളിഞ്ഞാണ് ഇരിക്കുന്നത്. സൈഡും അത് ഇതൊക്കെ പെയിന്റ് പോയി. എന്ത് വേണേലും സംഭവിക്കും. ഏറ്റവും പേടിക്കേണ്ട ഒരു സംഭവം നോക്കി ഓടിക്കേണ്ടത് കല്ല് വീഴല്. അത് ഇവിടെ മിക്ക വണ്ടികളും പണി കിട്ടി ഇവിടെ കിടപ്പുണ്ട്. ചിലതൊക്കെ ടോട്ടൽ ലോസ് ആയ വണ്ടികളുണ്ട് കല്ല് വീണിട്ട്. വലിയ കല്ല് അത് ഇടയ്ക്ക് വീണോണ്ടിരിക്കുക. ഈ പോണ വഴിയിൽ 3 കിലോമീറ്റർ കൂടുമ്പോൾ JCBയും അതുപോലെ ഈ കല്ലെടുത്ത് മാറ്റുന്ന സാധനങ്ങൾ ഇതെല്ലാം ഈ വണ്ടികൾ കിടപ്പുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ കല്ല് വീഴും, ഇടയ്ക്കിടയ്ക്ക് കല്ല് വീഴും. അപ്പൊ ഇത് മാറ്റിക്കൊണ്ടിരിക്കണം. ഇത് എന്താണ് ഇതിനൊരു സ്ഥിരമായ പരിഹാരം കാണാത്തതെന്ന് അറിയില്ല. ഒരു ഗ്യാരണ്ടി ഇല്ല. വരണവര് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ഓടിക്കാൻ അറിയാവുന്നവർ, ഓടിക്കാൻ പഠിക്കാവുന്നവരൊന്നും വരരുത്. നല്ലപോലെ ഓടിക്കാൻ അറിയാവുന്നവർ ഓടിക്കാൻ ശ്രദ്ധിച്ച് വേണം പോരാനായിട്ട്. അഥവാ കല്ല് വീഴണൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കൺഫേം ആയിട്ട് ഇവിടുത്തെ ലോക്കൽസ് അവർ സഹായിക്കാനുണ്ടാവും. അത് നോക്കിയിട്ട് ചെയ്യാവൂ. ഇന്ന് നമ്മൾ രക്ഷപ്പെട്ടത് വെറും പോയിന്റ് ബ്ലാങ്കിന്. കിടിങ്ങി പോയത്. ഇപ്പോഴും അതിൻ്റെ ആ ഒരു പേടി പറഞ്ഞില്ല. ആര്യർന്ന് പടമായാനെ, ജോസേട്ടൻ പടമായെന്ന് പറഞ്ഞുകൊണ്ട് നടന്നേ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഇന്ന് ആര്യർന്ന് പടത്തിൽ കയറിയാനെ. ഇതിന്റെ മീതൊക്കെ വീണ തീർന്ന്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കുക. ഭയങ്കര ദുർഘടം പിടിച്ച വഴിയാ. ഇതിൽ ഓടിക്കണവർക്കും പോണവർക്കും ഒന്നും ഒരു ഇതുമില്ല. വളരെ ഇതായിട്ടാണ് വണ്ടി പോലും പലരും നോക്കണില്ല. വളരെ റാഷായിട്ടാണ് ഓടിച്ചുകൊണ്ട് പോണേ. നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വണ്ടിക്ക് ഒന്നും പറ്റാതെ. ഇതിന്റെ സൈഡിൽ വലിയ കൊക്കയാണല്ലോ. നമ്മൾ വണ്ടിക്കൊന്നും പറ്റാതെ വളരെ കെയർഫുൾ ആയിട്ടാണ് നമ്മൾ ഓടിച്ചു പോകണത്. പക്ഷെ ഇവിടെ ഉള്ളവരൊന്നും ഓടിക്കണ കണ്ട് അതുപോലെ ഒന്നും ഓടിക്കാൻ നിൽക്കരുത്. എന്റെ പൊന്നോ, ഇതാ കാറൊക്കെ ഇരിക്കണ കോലം കണ്ട. സൂക്ഷിച്ച്, വളരെ സൂക്ഷിച്ച് അതുപോലെ ഒന്നും ഓടിക്കാൻ നിൽക്കരുത്. നമ്മുടെ വണ്ടിയും പോവും, ഒക്കെ പണി കിട്ടും. വളരെ ശ്രദ്ധിച്ചു വേണം ഓടിക്കാനായിട്ട്.